സംഖ്യ 36 അധ്യായം. ജോസഫ്യരുടെ കുടുംബങ്ങളിൽ നിന്ന് മനാസയുടെ മകനായ മാഗീറിൻ്റെ മകൻ ഗിലെയാദിൻ്റെ മക്കളുടെ പിതൃകുടുംബത്തലവന്മാർ അടുത്തുവന്ന് മോശയുടെ മുമ്പാകെയും ഇസ്രായേല്യ പിതൃതലവന്മാരായ നേതാക്കന്മാരുടെ മുമ്പാകെയും ഉണർത്തിച്ചു. അവർ പറഞ്ഞു, ഇസ്രായേല്യർക്ക് ദേശം കുറിയിട്ട് അവകാശമായി കൊടുക്കാൻ എൻ്റെ യജമാനനെ കർത്താവ് നിയോഗിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ സഹോദരനായ സെലോഫഹാദിൻ്റെ അവകാശം അവൻ്റെ പുത്രിമാർക്ക് കൊടുക്കാനും എൻ്റെ യജമാനൻ കർത്താവാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നല്ലോ. എന്നാൽ അവർ ഇസ്രായേല്യരിലെ ഗോത്രക്കാരിൽ നിന്ന് ആർക്കെങ്കിലും ഭാര്യമാരായി തീർന്നാൽ അവരുടെ ഓഹരി ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ട് അവർ സ്വന്തമായി തീരുന്ന ഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേർക്കപ്പെടും. അങ്ങനെ അത് ഞങ്ങളുടെ അവകാശക്കുറിയിൽ നിന്ന് വിട്ടുപോകും. ഇസ്രായേല്യർക്ക് ജൂബിലിയാകുമ്പോൾ അവർ ആർക്ക് സ്വന്തമായി തീർന്നുവോ ആ ഗോത്രത്തിൻ്റെ അവകാശത്തോട് അവരുടെ ഓഹരി ചേർക്കപ്പെടുകയും ഞങ്ങളുടെ പിതൃഗോത്രത്തിൻ്റെ അവകാശത്തിൽ നിന്ന് അവരുടെ ഓഹരി വിട്ടുപോവുകയും ചെയ്യും. കർത്താവിൻ്റെ വാക്കനുസരിച്ച് മോശ ഇസ്രായേല്യരെ ഇപ്രകാരം അനുശാസിച്ചു. ജോസഫിൻ്റെ പുത്രന്മാരുടെ ഗോത്രം പറയുന്നത് ശരി തന്നെ. കർത്താവ് സെലോഫഹാദിൻ്റെ പുത്രിമാരെക്കുറിച്ച് കൽപ്പിക്കുന്ന കാര്യം ഇതാണ്: തങ്ങൾക്കിഷ്ടമുള്ളവർക്ക് അവർ ഭാര്യമാരായിക്കൊള്ളട്ടെ. എന്നാൽ തങ്ങളുടെ പിതൃഗോത്രത്തിലെ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രമേ അവർ ഭാര്യമാരാകാവൂ. ഇസ്രായേല്യരുടെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റരുത്. ഇസ്രായേല്യർ ഓരോ വ്യക്തിയും അവനവൻ്റെ പിതൃഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേർന്ന് നിൽക്കണം. ഇസ്രായേല്യ ഗോത്രങ്ങളിൽ നിന്ന് അവകാശം ആർജിക്കുന്ന ഓരോ പുത്രിയും തൻ്റെ പിതൃഗോത്ര കുടുംബങ്ങളിൽ നിന്നുള്ള ഒരാളുടെ ഭാര്യയാവണം. അങ്ങനെ ഇസ്രായേല്യർ ഓരോരുത്തനും തൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിലനിർത്തണം. അപ്പോൾ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയില്ല. കാരണം ഇസ്രായേല്യരുടെ ഗോത്രങ്ങൾ ഓരോന്നും സ്വന്തം അവകാശത്തോട് ചേർന്ന് നിൽക്കേണ്ടതാണ്. കർത്താവ് മോശയെ അനുശാസിച്ചതുപോലെ തന്നെ സെലോഫഹാദിൻ്റെ പുത്രിമാർ ചെയ്തു. സെലോഫഹാദിൻ്റെ പുത്രിമാരായ മഹ്ല, തിർസ, ഹൊഗ്ല, മിൽക്ക, നോവ എന്നിവർ തങ്ങളുടെ പിതൃസഹോദരപുത്രന്മാർക്ക് ഭാര്യമാരായി. ജോസഫിൻ്റെ മകനായ മനാസയുടെ കുടുംബത്തിൽ നിന്നുള്ള പുത്രന്മാർക്ക് അവർ ഭാര്യമാരായി തീർന്നു. അങ്ങനെ അവരുടെ ഓഹരി പിതൃകുടുംബത്തിൻ്റെ ഗോത്രത്തിൽ തന്നെ നിലനിൽക്കാനിടയായി. ജെറീക്കോയ്ക്ക് സമീപം ജോർദാനക്കരെ മൊവാബ് സമതലങ്ങളിൽ വെച്ച് കർത്താവ് മോശ വഴി ഇസ്രായേല്യരോട് ആജ്ഞാപിച്ച കൽപ്പനകളും ന്യായപ്രമാണങ്ങളും ഇവയാണ്.